ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് 14 നമ്മൾ അധ്യായം 3 11 മുതൽ 20 വരെയുള്ള മന്ത്രങ്ങളാണ് ഇന്ന് നോക്കുന്നത്. ഇതിലെ പ്രധാന ദേവത എന്ന് പറയുന്നത് അഗ്നിയാണ്. പിന്നെ വേറെ ഒന്നിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഓരോ മന്ത്രമായിട്ട് നമുക്ക് നോക്കിയിട്ട് അതിലേക്ക് വരാം. അപ്പം ആദ്യം നമ്മൾ 11ാമത്തെ മന്ത്രത്തിൽ നോക്കിയാണ്. അതിലെ ദേവത അഗ്നിയാണ്. അഗ്നി എന്ന് പറയുമ്പോൾ ഊർജമായിട്ട് എടുക്കണം. വേദത്തിലെ അഗ്നി അല്ലെങ്കിൽ ഊർജം. ഊർജത്തിന് പല രൂപങ്ങളുണ്ട്. അതിനെപ്പറ്റിയെല്ലാം ഇവിടെ പറയുന്നത്. അപ്പോൾ 11 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യജ്ഞത്തോട് അടുക്കുകയാണ്. നമ്മളൊരു കർമ്മം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു കർമ്മം ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ആദ്യം എന്താണ് വേണ്ടത്? അതിനുള്ള ശക്തി, ഊർജം വേണം. എന്ത് കർമ്മം ചെയ്യണമെങ്കിലും അതിനുള്ള ശക്തി വേണം, ഊർജം വേണം. ആ ശക്തിക്ക് ഊർജത്തിനാണ് അഗ്നി അല്ലെങ്കിൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ അഗ്നിയെ ഞങ്ങൾ മന്ത്രോച്ചാരണത്താൽ സ്തുതിക്കുന്നു. നമ്മൾ മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ടാണ് അഗ്നിയെ സ്തുതിക്കുന്നത്. മന്ത്രം എന്ന് പറയുമ്പോൾ വേദമന്ത്രങ്ങൾ. വേദത്തിൽ എന്താണുള്ളത്? സയൻസ് തത്വമാണുള്ളത്. പ്യുവർ സയൻസ് തന്നെയാണ്. അപ്പോൾ അഗ്നിയെ നമ്മൾ സമീപിക്കേണ്ട എന്താണ്? ശാസ്ത്രീയമായി തന്നെയാണ്. ശാസ്ത്രീയമായിട്ട് അഗ്നിയെ സമീപിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? അഗ്നി ആഹ്വാനം കേൾക്കണേ. ആ അഗ്നി ആഹ്വാനം കേൾക്കും. അപ്പൊ എന്താ ആഹ്വാനമാണോ നമ്മൾ പറയുന്നത് കേൾക്കും. ഇപ്പൊ ഒരു പുല്ല് കുറെ ഉണങ്ങിക്കിടക്കുന്നു, അത് കത്തണം എന്നുള്ള നിലയിൽ നമ്മൾ അഗ്നി ഉപയോഗിക്കുകയാണെങ്കിൽ അഗ്നി ആഹ്വാനം ചെയ്തിട്ട് അത് കത്തിച്ചു കളയും. എല്ലാ അരിയിലെ പദം വരുത്തണമെന്നാണെങ്കിൽ നമ്മൾ അഗ്നിയോട് പറഞ്ഞാൽ മതി. എങ്ങനെ പറയണം? ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പറയണം. ശാസ്ത്രം എന്താണ്? അഗ്നിയെ ഇപ്പൊ അരിയെ പദം വരുത്താനുള്ള ശാസ്ത്രം എന്താണ്? വെള്ളത്തിലിട്ടിട്ട് അഗ്നി കൊടുത്താൽ മതി. അരിനെ വെള്ളത്തിലിട്ടിട്ട് ചൂടാക്കിയാൽ മതി. അതിൽ രാസപ്രവർത്തനങ്ങൾ നടന്നിട്ട് അരി പദമാകും. അതാണ് ശാസ്ത്രം. അപ്പം സ്തുതികളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അഗ്നിയോട് നമ്മുടെ ആഹ്വാനം കേൾക്കാൻ പറയുകയാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക? അതുപ്രകാരം നമ്മൾ അരിയാണെങ്കിൽ അരിയെ പദം വരുത്തും. അതുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും അഗ്നിയുടെ ശാസ്ത്രത്തിന്റെ സഹായത്താൽ ചെയ്യണം. ഇനി 12ാമത്തെ 12ൽ എന്താ പറയുന്നത് എന്ന് പറഞ്ഞാൽ ദിവ്യത്വമേറിയതാണ് ഈ അഗ്നി. അഗ്നിക്ക് വലിയ ദൈവികപരമായ ദിവ്യമായ കഴിവുകളുണ്ട്. ദിവ്യമായ കഴിവുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുടാണെങ്കിൽ വെളിച്ചം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. തടസ്സ സ്ഥലം ചൂടാക്കാനുള്ള കഴിവുണ്ട്. വലതിരി കത്തിച്ച് നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. തരംഗ രൂപത്തിൽ പ്രവഹിക്കാനുള്ള കഴിവുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സായിട്ട് അതിൻ്റെ മേലെ നമ്മളെ ശബ്ദങ്ങളെ വഹിച്ചു കൊണ്ടുപോകാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ദിവ്യത്വമേറിയതാണ് അഗ്നി. വൈശിഷ്ട്യമാർഗതുമാണ്. പല വിശേഷ ഗുണങ്ങളുമുള്ള അഗ്നി. അഗ്നി തന്നെ പല രൂപത്തില്, വിശേഷ രൂപത്തിൽ പ്രത്യക്ഷമാകുന്നുണ്ട്. അതെവിടെയുണ്ട്? ഈ ഭൂലോകത്തിൽ എല്ലായിടവും ഉണ്ട്. അഗ്നിയില്ലാത്ത സ്ഥലമില്ല. 14 ലോകങ്ങളിലും അഗ്നിയുണ്ട്. കാരണം അഗ്നിയിൽ നിന്നാണ് ദ്രവ്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ജലത്തിലെ എല്ലാ വിഭവങ്ങളും രക്ഷിക്കപ്പെടുന്നു. ജലത്തിലെ ജീവജാലങ്ങൾ രക്ഷിക്കപ്പെടുന്നത് ഏതിലൂടെയാണ്? അഗ്നിയിലൂടെയാണ്. കാരണം ജലത്തിലെ മത്സ്യവും അഗ്നി ഊർജം. ഇതിനെ ജലത്തിന്റെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് തീ എന്നത് വെള്ളത്തിന്റെ അകത്തില്ലാലോ. അങ്ങനെയല്ല. തീ എന്ന അർത്ഥമല്ല. അഗ്നി എന്ന് പറയുമ്പോൾ ഊർജം എന്ന നിലയിലാണ്. വെള്ളത്തിലും ഊർജമുണ്ട്. അതുകൊണ്ടാണ് മത്സ്യം ജീവിക്കുന്നത്. മത്സ്യം എങ്ങനെയാണ് ജീവിക്കുന്നത്? മത്സ്യം ഭക്ഷണം കഴിക്കുന്നു. ആ ഭക്ഷണത്തിൽ കിട്ടുന്ന ഊർജമാണ് മത്സ്യത്തെ നിലനിർത്തുന്നത്.
അതിൻ്റെ ചിറകുകളെല്ലാം ചലിക്കാൻ സഹായിക്കുന്നത് ആ ഊർജമാണ്. അപ്പം അഗ്നി ജലത്തിലും എല്ലാം ഉണ്ട്. അഗ്നിയില്ലാത്ത സ്ഥലം. വെള്ളത്തിന്റെ അടിയിൽ ചെടികളില്ലേ, ആ ചെടികളും ഊർജത്തിന്റെ സഹായത്താൽ തന്നെയാണ് വളരുന്നത്. ഊർജം ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നു. അപ്പോൾ അഗ്നി എന്ന് പറയുന്നത് ഈ കത്തുന്ന സാധനമായിട്ടൊന്നും കാണണ്ട. ഊർജ രൂപത്തിലുള്ള എന്തും എന്താണ് അഗ്നി തന്നെയാണ്. അപ്പം മത്സ്യങ്ങളുടെ ശരീരത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട്, അത് ചലിക്കാൻ വേണ്ടി ഊർജം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അഗ്നി അങ്ങനെ വിശാലമായിട്ട് കാണണമെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി 13 ദേവത ഇന്ദ്രനും അഗ്നിയുമാണ്, രണ്ടും കൂടിയിട്ടാണ്. അഗ്നി എന്ന് പറയുമ്പോൾ ഊർജമാണ്. പക്ഷെ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിനകത്ത് ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് സയൻസിന്റെ അടിസ്ഥാനത്തിൽ. ആ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ്, ആ കർമ്മങ്ങളിൽ ഏകോപിപ്പിക്കുന്ന ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഇന്ദ്രനോടും അഗ്നിയോടുമാണ് പറയുന്നത്, നമ്മുടെ യജ്ഞത്തിൽ നിങ്ങൾ 2 പേരെയും ആഹ്വാനം ചെയ്യുന്നു. ഉദാഹരണമായിട്ട് നമ്മളൊരു ചോറ് വെക്കുകയാണെങ്കിൽ അഗ്നിയോട് പറയും, ഈ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ശാസ്ത്രം? വെള്ളത്തിൽ അരി ഇട്ട് കഴിഞ്ഞിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടും. ആ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അഗ്നിയോട് പറയുന്നു നീ വേവിക്കുക. അപ്പൊ ഊർജം ഉപയോഗിച്ചിട്ടാണ് വേവിക്കുന്നത്. പക്ഷെ ഊർജം ഉപയോഗിച്ചിട്ട് വേവിക്കുമ്പോഴും അവിടെ ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. ആ അരിയുടെ അകത്ത് വെള്ളത്തിന്റെ സഹായത്താൽ, അഗ്നിയുടെ സഹായത്താൽ ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. ആ രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് അതിന്റെ ഘടനയിൽ മാറ്റം വന്നിട്ട്, അരിയുടെ ഘടനയിൽ രാസമാറ്റം വന്നിട്ട് പുതിയൊരു ചോറായിട്ട് മാറുന്നു. അപ്പൊ ആ രാസമാറ്റത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിവിശേഷം, ആ പ്രവർത്തനങ്ങളെയെല്ലാം ഏകോപിപ്പിക്കുന്ന ശക്തിവിശേഷത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ യജ്ഞങ്ങളിൽ ഈ 2 പേരുണ്ട്. നമ്മൾ ഹവിസ് അർപ്പിക്കുമ്പോൾ, ഹവിസ് എന്ന് പറയുമ്പോൾ അരിയും വെള്ളവും നമ്മൾ കൊടുക്കുന്ന വസ്തുക്കൾക്കാണ് ഹവിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചോറുണ്ടാക്കാൻ കൊടുക്കുന്ന വസ്തുക്കൾ എന്താണ്? അരിയും വെള്ളവും. ഈ ഹവിസ് അർപ്പിക്കുമ്പോൾ അഗ്നി എവിടെ വരുന്നു? ഇന്ദ്രനും ആ കർമ്മത്തിൽ ഏകോപിപ്പിക്കാൻ വരുന്നു. നിങ്ങൾ 2 പേരും ഒന്നിച്ചെത്തിയാൽ എന്നിട്ട് നമുക്ക് അന്നവും ഐശ്വര്യവും നൽകുക. അങ്ങനെ അതിനെ എന്താക്കിത്തരും? അന്യമാക്കിത്തരും. അത് നമ്മുടെ ഐശ്വര്യമാണ്. നമുക്ക് എന്തും സൗഭാഗ്യം കിട്ടുന്ന കാര്യങ്ങളെല്ലാം ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നതാണ്. അത് ഓജസ്സിനായി നമ്മളെ പ്രേരിപ്പിക്കും. നമുക്ക് ഉന്മേഷം കിട്ടും അതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ പുതിയൊരു ഉപകരണം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉന്മേഷം കിട്ടും. എല്ലാം നമുക്ക് ഉന്മേഷം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ്. വെറും ചോറ് ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അഗ്നിയും ഇന്ദ്രന്റെ സഹായത്താലാണ് പ്രപഞ്ചത്തിലുള്ള റോക്കറ്റ് ഉണ്ടാക്കുന്നവരെ, റോക്കറ്റ് വിടുന്നവരെ, അതെല്ലാം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഊർജമുണ്ട്. ഊർജത്തിന് സംശയം ഉണ്ടാവില്ല. ഇന്ദ്രനിലായിരിക്കും ഒരു സംശയം ഉണ്ടാവും. അതിത്രയേ ഉള്ളൂ. നമ്മളൊരു സാമ്പാർ ഉണ്ടാക്കണ്ടെങ്കിൽ ഇന്ത്യയിൽ ചേർത്താൽ സാമ്പാറാകുന്നുള്ളത് സയൻസ്. പക്ഷെ അതിന് സാധനം ഇവിടെ കിടന്നുകൊണ്ടൊന്നും സാമ്പാറാകില്ല. നമ്മൾ തന്നെ ഇറങ്ങിയിട്ട് അതേമാതിരി മുറിച്ച് വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കണം. അതിനാണ് ഏകോപനം എന്ന് പറയുന്നത്. അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആ ചൂടെല്ലാം കൊടുക്കുമ്പോൾ രാസമാറ്റം നടക്കുന്നുണ്ട്. സാമ്പാറിൽ, വെണ്ടക്കയിൽ, വഴുതിനയിൽ എല്ലുള്ള സാധനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു പ്രവൃത്തി, എന്നിട്ട് മാറ്റം വരുത്തുന്ന ഒരു പ്രവൃത്തി അവിടെ നടക്കുന്നു. അപ്പൊ അവിടെയും ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി ഉണ്ട്. അതാണ് ഇന്ദ്രൻ. ഇനി 14 അഗ്നിയോട് പറയാണ്, നീ ഉത്ഭവിക്കേണ്ട സ്ഥലം ഇവിടെ തന്നെയാണ്. എവിടെയാണ്? നമ്മളെവിടെയാണോ യാഗം നടത്തുന്നത് അവിടെയാണ് അഗ്നി ഉത്ഭവിക്കേണ്ടത്. അഗ്നി എവിടെയും നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ നമ്മൾ അഗ്നി ഉണ്ടാക്കേണ്ട എവിടെയാണ്? ഇപ്പോൾ ഒരു ചോറ് പാകം ചെയ്യേണ്ടിട്ട് അതിൻ്റെ മൂട്ടിലാണ് അഗ്നി ഉണ്ടാക്കേണ്ടത്. അല്ലാതെ എവിടെയെങ്കിലും അഗ്നി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പം അഗ്നി നീ ഉത്ഭവിക്കേണ്ട സ്ഥാനം തന്നെയാണ്. ഇതാണ് ഋതുക്കളിൽ ഓരോന്നിലൂടെയും നീ സുഖശീതളമായ അന്തരീക്ഷത്തിലൂടെ നീ കടന്നു വരുന്നു. ഋതുക്കൾ ഉണ്ടാകുന്നതും ഊർജത്തിന്റെ വ്യത്യാസത്താൽ തന്നെയാണ്.
സൂര്യനിൽ നിന്ന് ഭൂമിയിലുള്ള അകലം മാറുന്നതനുസരിച്ച് ചൂട് കൂടുകയോ കുറയുകയോ ചെയ്യും. ഈ ചൂട് കൂടുക കുറയുക എന്നെല്ലാം പറയുന്ന അഗ്നിയാണ് ഊർജവുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ഊർജത്തിന്റെ വ്യത്യാസത്താലാണ് എന്തുണ്ടാകുന്നത്? ശീതളമായ കാലാവസ്ഥയിൽ ഉണ്ടാകുന്നത്, ഉഷ്ണമുള്ള കാലാവസ്ഥ ഉണ്ടാകുന്നതും, ഋതുക്കൾ ഉണ്ടാകുന്നതിനെല്ലാം പിന്നിലുള്ള കാര്യം തന്നെയാണ് അഗ്നി തന്നെയാണ്. അഗ്നി എന്ത് ചെയ്യുന്നുണ്ട്? എല്ലായ്പ്പോഴും പ്രകാശിക്കുകയും പ്രകാശം എല്ലാവിടെയും പരത്തുകയും ചെയ്യുന്നുണ്ട്. അറിയാലോ, സൂര്യനാണ്, സൂര്യനിൽ നിന്നാണ് അഗ്നി വരുന്നത്. അത് പ്രകാശ രൂപത്തിലും വരുന്നുണ്ട്, ചൂട് രൂപത്തിലും വരുന്നുണ്ട്. അങ്ങനെ വരുന്ന പ്രകാശം എല്ലായിടവും വ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കഴിവുള്ള നീ നമുക്ക് ധനം നൽകുവാനായി നമ്മുടെ അടുത്ത് വസിച്ചാൽ, നമുക്ക് ധനം നൽകണ്ടിക്ക് നമ്മൾ കർമ്മം ചെയ്യണം. കർമ്മം ചെയ്ത് കഴിഞ്ഞിട്ട് പുതിയ സാധനങ്ങളെ ഉൽപ്പാദിപ്പിച്ച് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പണം കിട്ടും. അങ്ങനെ കർമ്മം ചെയ്യേണ്ടിക്ക് എന്ത് വേണം? അഗ്നി, ഊർജമുണ്ടെങ്കിലേ കഴിയുള്ളൂ. നമ്മളിപ്പോൾ പുതിയൊരു ഫാക്ടറി സ്ഥാപിച്ചിട്ട് പുതിയ ഉൽപ്പാദനം ഉണ്ടാക്കേണ്ടിക്ക് ആദ്യം വേണ്ടത് തന്നെയാണ് വൈദ്യുതി തന്നെയാണ്. വൈദ്യുതി അഗ്നിയുടെ വേറൊരു രൂപമാണ്. അതുകൊണ്ട് നമ്മളെ കൂടെ വസിച്ചാൽ. ഇനി 15 അതിലും അഗ്നി തന്നെയാണ് ദേവത. പ്രകൃതിയുടെ വരദാനങ്ങളെ മനസ്സിലാക്കുന്ന, അതിനെ യജ്ഞത്തിലൂടെ നമുക്ക് സാധിപ്പിച്ചു തരുന്നതും അഗ്നി തന്നെയാണ്. പ്രകൃതിയിലുള്ള പല വരദാനങ്ങളും അഗ്നി മനസ്സിലാക്കുന്നു. കാരണം അഗ്നി തന്നെയാണ് പല വരദാനങ്ങളും നമുക്ക് പ്രകൃതിയിലൂടെ നേടിത്തരുന്നത്. ഉദാഹരണമായിട്ട് ചെടികളിൽ കായും ഫലമെല്ലാം ഉണ്ടാകുന്നുണ്ടെങ്കിൽ സൂര്യനിൽ നിന്നുള്ള ഊർജവും ഭൂമിയിൽ നിന്നുള്ള വസ്തുക്കളും എല്ലാം കൂട്ടിച്ചേർത്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഫലങ്ങളായിട്ട് മാറുന്നത്. അപ്പം അതിനതറിയാം. പ്രകൃതിയിലുള്ള എല്ലാ വരദാനങ്ങളെ പറ്റിയും അതിനറിയാം. കാരണം അതാണ് അത് നൽകുന്നത്. പ്രകൃതി നമുക്കെന്തെല്ലാം നൽകുന്നുണ്ടോ അതെല്ലാം അഗ്നിയിലൂടെയാണ്. ഫലങ്ങളായാലും ചെടികളായാലും ഇലകളായാലും മരങ്ങളായാലും. മരം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സൂര്യപ്രകാശത്തിലൂടെ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന വളങ്ങളെല്ലാം വലിച്ചെടുത്തിട്ട് ഭക്ഷണമാക്കിയിട്ടാണ്. അതുകൊണ്ട് നന്മ മാത്രം ചെയ്യുന്നവനാണ് ഈ അഗ്നി. അതിനാണ് അഗ്നിയെ സ്ഥാപിച്ചിരിക്കുന്നത്. അഗ്നി എപ്പോഴും നന്മയെ ചെയ്യുന്നുള്ളൂ. നമുക്ക് ഗുണത്തിനാണ് അഗ്നി. സൂര്യന്റെ ചൂട് നമുക്ക് ഭൂമിയിൽ നല്ല താമസിക്കാനുള്ള അന്തരീക്ഷ ചൂടുണ്ടാക്കി തരുന്നുണ്ട്. ആ സൂര്യനിൽ നിന്നുള്ള അഗ്നിയുടെ വെളിച്ചത്താൽ ഭക്ഷണങ്ങളെല്ലാം ചെടികൾ പാകം ചെയ്ത് ഫലങ്ങളും ഇലകളും എല്ലാം നമുക്ക് നൽകുന്നുണ്ട്. അപ്പം എല്ലാം ഈ അഗ്നി നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ് അഗ്നിയെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പം എല്ലാറ്റിനെയും മുകളിലായിട്ട് അത്ഭുതം വിതക്കുന്ന ഒന്നാണ് ഈ അഗ്നി. കാരണം അഗ്നിയാണ് ഏറ്റവും ഉയർന്നത്തിൽ നിൽക്കുന്നത്. കാരണം എന്ത് കർമ്മം ചെയ്യണമെങ്കിലും മുന്നിൽ ആദ്യം വരണം ആര്? അഗ്നി വേണം. അതുകൊണ്ടാണ് അഗ്നിയെ നമ്മൾ എന്ത് ചെയ്യുന്നത്? എല്ലാം അഗ്നി സാക്ഷിയായിട്ട് വിളക്ക് കത്തിച്ചിട്ട് തുടങ്ങുന്നത്. ഒരു കല്യാണത്തിന് വിളക്ക് കത്തിച്ചിട്ടാണ് തുടങ്ങും. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വിളക്ക് കത്തിക്കണം എന്നുള്ള നിർബന്ധത്തിലല്ല, അഗ്നിയിലൂടെയാണ് എല്ലാ കർമ്മങ്ങളും നടക്കേണ്ടത്. ഒരു മാല ഇടണ്ടിക്ക് തന്നെ നമുക്കെന്ത് വേണം? ശക്തി വേണം. ശക്തി ഉണ്ടെങ്കിലേ മാല എടുത്തിട്ട് ഇടാൻ പറ്റുള്ളൂ. ആ ശക്തി എവിടുന്നാണ് കിട്ടുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഊർജം. ആ ഊർജം ഉപയോഗിച്ചിട്ടാണ് കൈ ഉയർത്തിയിട്ട് മാല എടുത്തിട്ട് അവർ ഇട്ടുന്നത്. അപ്പൊ ഏത് കർമ്മത്തിൻ്റെയും മുന്നിൽ നിൽക്കുന്നത് അഗ്നിയാണ്. മുകളിലായിട്ട് പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നത് അഗ്നിയാണ്. അത് അത്ഭുതം വിതക്കുന്ന ഒരു ശക്തി വിശേഷമാണ്. അത് പ്രപഞ്ചത്തിൽ എല്ലായിടവും ഉണ്ട്. അതുകൊണ്ട് അതിനെ പ്രപഞ്ചാഗ്നി എന്നും പറയാം. അറിവുള്ളവരെ പ്രപഞ്ചാഗ്നി എന്ന് പറയാം. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് മുഴുവൻ അഗ്നിയാകും. അതിനെ പ്രപഞ്ചത്തിലുള്ള ഈ അഗ്നിയെ അറിവുള്ളവർ, പഴയ തലമുറക്കാരക്കാട് അതിനെ ഗാഹ്യഭക്ത്യാഗ്നിയാക്കി മാറ്റിയിരിക്കുന്നു. നമ്മളെ വീട്ടിലും സ്ഥാപിച്ചിരിക്കുന്നു. ഈ അഗ്നി എവിടെ നിന്നാണ്? പ്രപഞ്ചത്തിന്റെ സംഭാവനയാണ്. ആ അഗ്നിയെ വിവരമുള്ള ഋഷികള്
അതിൻ്റെ ഉപയോഗം മനസ്സിലാക്കിയിട്ട് നമ്മളെ വീടുകളിൽ സ്ഥാപിച്ചിരിക്കുന്നു. മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ അകത്തും അഗ്നി തന്നെയാണുള്ളത്. ഈ ശരീരത്തിന് ചൂട് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ ഇല്ലാതാണ്. ഇനി 16, അവരിലൂടെ പുറത്തേക്ക് വരുന്നത് മഹത്വം, നശിക്കാത്ത അളവില്ലാത്ത മഹത്വമാണ്. അഗ്നിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ അളവില്ലാത്തതാണ്. ഊർജം കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ഏതെല്ലാമെന്ന് ഒരു കടലാസിൽ എഴുതി നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ആറ്റവും ഉണ്ടാവില്ല. ചോറുണ്ടാക്കുന്ന മുതൽ ചായ ഉണ്ടാക്കുന്നതിൽ നമ്മൾ ശ്വസിക്കണ്ടെങ്കിൽ പോലും അതിനുള്ള ശക്തി കിട്ടുന്നത് ഇതിൽ നിന്നാണ്, ഭക്ഷണത്തിൽ നിന്നാണ്. ശ്വസിക്കുന്നതിന്, ശ്വാസം വലിച്ചു വിടുന്നതിന് ശരീരത്തിലുള്ള ഭക്ഷണമാണ് അതിനുള്ള ഊർജം നൽകുന്നത്. അപ്പോൾ അവിടെ അഗ്നിയാണുള്ളത്. അതുകൊണ്ട് അതിൻ്റെ മഹത്വം നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ആ മഹത്വം മനസ്സിലാക്കിയ ഋഷികള് അറിവിലൂടെ ഉദിച്ചു വരുന്ന ക്ഷീരം, അതായത് പശുവിൽ നിന്നും പാല് കറന്നെടുക്കുന്നത് പോലെ അറിവിലൂടെ ഈ അഗ്നിയിലുള്ള ആ അഗ്നി ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു മഹത്വം കറന്നെടുക്കുന്നു എന്ന് പറയുകയാണ്. ഋഷികള് പശുവിൽ നിന്ന് നമ്മൾ ചുരത്തിയെടുക്കുന്ന എന്താണ്? പാല്. ആ പാലിന്റെ മഹത്വം എന്താണ്? പാല് മാത്രം കുടിച്ചിട്ട് മനുഷ്യന് ജീവിക്കാം. കാരണം മനുഷ്യന്റെ ശരീരത്തിന് വേണ്ട ഒരുമാതിരി എല്ലാ സാധനങ്ങളും പാലിലുണ്ട്. അപ്പൊ അത്രയും മഹത്വം മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ പാല് കറന്നെടുക്കുന്നത് പശുവിൽ നിന്ന്. അതേപോലെ പ്രപഞ്ചത്തിലുള്ള ഈ അഗ്നിയെ ഋഷികൾ കറന്നെടുക്കുകയാണ്. ഏതിൻ്റെ? അറിവിലൂടെ, ജ്ഞാനത്തിലൂടെ. അതായത് അഗ്നിയുടെ ഉപയോഗം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പല തരത്തിലും നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ എന്തിനാ അഗ്നി? അടുക്കളയിൽ തന്നെ എന്തിനല്ലോ അഗ്നി ഉപയോഗിക്കും? ദോശ ഉണ്ടാക്കാൻ ഉപയോഗിക്കും, പുട്ടുണ്ടാക്കാൻ. അത് വേറൊരു തരത്തിലാണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ചിലത് അഗ്നി തന്നെ ഇട്ടിട്ട് ചുട്ടെടുക്കും, തട്ടൂരി ചുറ്റണം. അതല്ല പറയും, ചുട്ടെടുക്കുന്ന രീതിയിൽ ചുട്ടെടുക്കും, വെള്ളത്തിലിട്ട് വേറൊരു തരത്തിലെടുക്കും. ഇല്ലേ ഒന്നും ചെയ്യാതെ പൊടിച്ചെടുക്കും, വെള്ളമൊന്നും ചേർക്കാതെ വറുത്തെടുത്തിട്ട് അഗ്നി ഉപയോഗിച്ച് എന്തെല്ലാം പ്രവർത്തികൾ അടുക്കളയിൽ തന്നെ ചെയ്യുന്നുണ്ടെന്ന് നോക്കിക്കോ. അഗ്നിയുടെ ആ കഴിവ് ഉപയോഗിക്കും. അതേപോലെ തന്നെ അന്തരീക്ഷം ചൂടാക്കാൻ ഉപയോഗിക്കും, വെളിച്ചത്തിന് ഉപയോഗിക്കും, സിഗ്നലായിട്ട് ഉപയോഗിക്കും, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ ഉപയോഗിക്കും, കറണ്ട് രൂപത്തിൽ ഉപയോഗിക്കും. ഇങ്ങനെ പല പല രൂപത്തിൽ അഗ്നിയെ നമ്മൾ കറന്നെടുക്കുകയാണ്. ആര്? ഋഷികൾ. അറിവിലൂടെ, ജ്ഞാനത്തിലൂടെ. ഇനി 17. അതുകൊണ്ട് ഇത് ആരാധന അർഹിക്കുന്ന ദേവനാണ്. ആര്? ഈ അഗ്നി. അഗ്നിയാണ് ഈ ആരാധന അർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദേവൻ. എൻ്റെ ശരീരത്തെ അങ്ങ് നോക്കിക്കൊള്ളണം എന്ന് പറയുകയാണ്. കാരണം എൻ്റെ ശരീരത്തെ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിലെ ചൂടെപ്പോഴും നിലനിർത്തിക്കൊള്ളണം. ആ ചൂട് കുറഞ്ഞു പോയാലും ആളിയലപ്പം തട്ടിപ്പോകും, ചൂട് കൂടിപ്പോയാലും രോഗം വന്നിട്ട് തട്ടിപ്പോകും. അന്ന് ദീർഘായുസിന്റെ നാഥനാണ്. എത്ര കാലം നമുക്ക് ആയുസ് ഉണ്ടാവും? ആ ചൂട് അതേപോലെ നിലനിൽക്കുന്നിടത്തോളം. അപ്പൊ ദീർഘായുസിന്റെ നായകനാണ് അന്ന്. നമുക്ക് ദീർഘായുസ് കിട്ടുക എന്ന് പറഞ്ഞാൽ എത്ര കാലം നമ്മുടെ ശരീരത്തിന് ഈ ചൂട് നിലനിർത്തുന്നുണ്ടോ അത്രയും കാലം നമുക്ക് ആയുസ്സുണ്ട്. അതുകൊണ്ട് എനിക്ക് ദീർഘായുസ് നൽകണേ എന്ന് പറയുകയാണ്. എനിക്ക് തേജസ് നൽകുന്നത് അഗ്നിയാണ്. അപ്പൊ മനുഷ്യ ഓരോ വ്യക്തിയിലുള്ള ഓരോ തേജസ് ഉണ്ടല്ലോ. നമ്മൾ പറയില്ല അവന്റെ മുഖം നോക്കി അവന്റെ മുഖത്തുള്ള ഒരു തേജസ് പ്രസരിപ്പ് നോക്കിയാൽ അങ്ങനെയുള്ളൊരു ഗുണമുണ്ടല്ലോ. അതിന്റെ പിന്നിലുള്ളത് ഏതാണ്? അഗ്നി തന്നെയാണ്, ഊർജമാണ്. ശരീരത്തിന്റെ ഭാഗങ്ങളിൽ കുറവായിട്ട് അനുഭവപ്പെടുന്ന ധാതുവും അങ്ങ് നൽകുക. നമ്മളെ ശരീരത്തില്
എന്തെങ്കിലും വസ്തുവിന്റെ കുറവുണ്ടെങ്കിൽ അങ്ങ് നൽകുക. അത് തന്നെയല്ലേ ശരീരത്തിൽ എന്തൊക്കെ വൈറ്റമിൻ്റെ കുറവുണ്ടെങ്കിൽ എവിടെ പോയി നിൽക്കാൻ പറയുന്നുണ്ട്? വെയിലത്ത് പോയി നിൽക്കാൻ പറയുന്നുണ്ട്. വെയിൽ കൊണ്ടാലേ ആ വൈറ്റമിൻ കിട്ടുകയുള്ളൂ. ആ വെയിൽ എന്ന് പറയുന്നത് തന്നെയാണ് അഗ്നി. ഇനി 18. എന്നിട്ട് പ്രിയനാഥ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. പ്രിയപ്പെട്ട നാഥനാണ് അഗ്നി. അഗ്നി യജ്ഞത്തിൽ ജ്വലിച്ചുയരുമ്പോൾ 18ലാണ്. അഗ്നി യജ്ഞത്തിലെ യാഗത്തിൽ ജ്വലിച്ചുയരുമ്പോൾ നമ്മളെ 100 ശരത്തുകളോളം കാത്തു രക്ഷിക്കട്ടെ. കാരണം നമ്മൾ ദീർഘായുസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അഗ്നിയുടെ സഹായത്താൽ കർമ്മങ്ങൾ ചെയ്ത് നമ്മുടെ ശരീരത്തിന് അതാത് കാലത്ത് വേണ്ട ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് കിട്ടാക്കിയെടുത്ത് വേണ്ട സൗകര്യങ്ങൾ, കാലാവസ്ഥയെല്ലാം മോശമാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം, ഇതെല്ലാം അഗ്നിയുടെ സഹായത്താൽ എടുത്തിട്ട് 100 ശരത്കാലങ്ങൾ, 100 വർഷത്തോളം ജീവിക്കാനുള്ള ആയുസ് നമുക്ക് തരണം. ഇങ്ങനെ നീ തന്റെ ജീവധാതുവാണ്. നമ്മുടെ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ജീവനെ നിലനിർത്തുന്ന ധാതുവാണ് നീ. അതാണ് ദീർഘായുസ്. ജീവധാതു എന്ന് പറഞ്ഞാൽ ചൂട് തന്നെ ഒരു ധാതുവായിട്ട് എടുക്കണം. നമ്മുടെ ശരീരത്തിലെ ചൂട്, ആ സ്ഥിരമായ ചൂട്, ചത്തോ നോക്കുന്നത് തൊട്ടിട്ടാണ്, അത് തന്നെ ഒരു ധാതുവായിട്ട് എടുക്കണം. അതാണ് ദീർഘായുസിന്റെ ആയുസ് തീരുമാനിക്കുന്നത്. നിന്നിൽ നിന്നാണ് ധൈര്യം ഉണ്ടാകുന്നത്. ധൈര്യം ഉണ്ടാകേണ്ടെങ്കിൽ എന്ത് വേണം? മനസ്സിനെ ആക്റ്റീവാക്കും. നമ്മളെ ശരീരത്തിലെ ഊർജം മനസ്സിന് ആക്റ്റീവ് ആകുമ്പോഴാണ് മനസ്സും ആക്റ്റീവ് ആകുന്നത്, ധൈര്യം വരുന്നത്. നമുക്ക് എന്തൊക്കെ നേരിടാനുള്ള ധൈര്യം കിട്ടുന്നത് എപ്പോഴാണ്? ഭക്ഷണത്തിലെ ആ സാധനം ധൈര്യമുള്ള ആളാണെങ്കിൽ വിശന്നിരിക്കുമ്പോഴവർക്ക് ധൈര്യം പിടിക്കാൻ പറ്റും. ആകെ ശരീരം ഭക്ഷണമൊന്നും കഴിക്കാതെ തളർന്നു കിടക്കുന്ന അവസരത്തിൽ ധൈര്യവാനാണെങ്കിൽ എണീക്കാൻ പറ്റില്ല. അപ്പൊ ധൈര്യത്തിന് എണീക്കണമെങ്കിൽ എന്ത് വേണം? ഉള്ളിലെ ഭക്ഷണം ഉണ്ടെങ്കിലേ പോകാൻ പറ്റുമോ? അപ്പം ധൈര്യത്തിന്റെ ഉറവിടവും നീ തന്നെയാണ്. അതുകൊണ്ട് നീ എനിക്ക് ധൈര്യം നൽകുക, എപ്പോഴും ധൈര്യം നൽകുക. അതും ഭക്ഷണത്തിലൂടെ തന്നെയാണ് നൽകുന്നത്. അങ്ങ് ശത്രുക്കളെ നശിപ്പിക്കുന്നതും അങ്ങയാലാണ്. ശത്രുക്കളെ നശിപ്പിക്കുന്നവനാണ്. എങ്ങനെയാ ശത്രുക്കളെ നശിപ്പിക്കുന്നത്? ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഏതൊക്കെ ശത്രു വരുമ്പോൾ ഭൂമിട്ട് കൊടുക്കുക. വിദേശ രാജ്യത്തെ ശത്രു വരുമ്പോൾ ഭൂമിട്ട് കൊടുക്കാം. അത് അഗ്നിയാണ്. നമുക്ക് ഇത് വേറെ ഉദാഹരണമൊന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് മുറിവേൽക്കാതിരിക്കട്ടെ. അപ്പം നമ്മൾ ധീരമായി പോരാടുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ആ എനർജി, ശക്തി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നേരിടുന്നത്. അങ്ങനെ നേരിടുമ്പോൾ നമുക്ക് മുറിവ് പറ്റാതെ മുന്നോട്ട് പോകാം. ആകാശത്തിലെ നക്ഷത്രങ്ങൾ തേജസ്സോടെ പ്രകാശിക്കുകയാണ് രാത്രികാലങ്ങളിൽ. ഇപ്പൊ രാത്രികാലങ്ങളിൽ ആരുണ്ട്? ആകാശത്തിൽ അഗ്നിയുണ്ട്. ഏത് രൂപത്തില്? നക്ഷത്ര രൂപത്തില്. അതവിടെ നിന്ന് തേജസ്സോടെ പ്രകാശിക്കുന്നുണ്ട്. അപ്പൊ രാത്രി സൂര്യൻ മാത്രമല്ല ഊർജം നൽകുന്നത്, അഗ്നിയെ നൽകുന്നത് നക്ഷത്രങ്ങളിൽ ഒന്നുണ്ട്. രാത്രികാലങ്ങളിലുള്ള നക്ഷത്രങ്ങളിൽ ഒന്നുണ്ട് ഊർജമുണ്ട്. നമ്മൾ ഊർജത്തിന്റെ സ്രോതസ് സൂര്യനായി എടുക്കുകയാണെങ്കിൽ ഓരോ നക്ഷത്രവും തന്നെയാണ് ഓരോ ഊർജ സ്രോതസ്സാണ്. പക്ഷെ അതങ്ങ് ദൂരെയായി പോയി ചെയ്യുള്ളൂ. ഇതിന്റെ പാരമ്യത്തിലേക്ക് കടക്കാൻ ഞങ്ങൾ ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നക്ഷത്രത്തിലേക്ക് വരാനും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ്. ഈ നക്ഷത്രത്തിനല്ല, ഈ സൂര്യൻ എന്ന നക്ഷത്രത്തെ വിട്ട് ഇതിന്റെ പാരമ്യത്തിലെത്താൻ നമ്മൾ ശ്രമിക്കുകയാണ്. നടക്കില്ല എന്നുള്ള കാര്യം. ആ ശ്രമിക്കണമെങ്കിൽ എന്ത് വേണം? ഊർജം തന്നെ വേണം. റോക്കറ്റ് കയറി പോയാലല്ലേ അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പൊ അതിനും നമ്മൾ ശ്രമിക്കുകയാണെന്ന് പറയുകയാണ്. അതായത് അനന്ത ദൂരങ്ങളിൽ സഞ്ചരിക്കുവാനും റോക്കറ്റിൽ കയറി പോകാനും എല്ലാം ഈയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഇനി 19. അത് ഭജനീയനായ നാഥനാണ്, ഭജിക്കേണ്ടതാണ്. ആ അഗ്നിയെ തന്നെയാണ് ഭജിക്കേണ്ടത്. നീ സൂര്യ തേജസ്സായി കടന്നു വന്നാൽ, അപ്പൊ നമ്മളിലേക്ക് വരുന്ന ഊർജം ഇതിന്റെ പ്രധാന ഉറവിടം സൂര്യനാണ്. അപ്പൊ അതാണ് ദിവസവും ഉദിച്ചേർന്ന് വരുന്നത്.
നീ ഏത് സ്ഥലമാണോ ആഗ്രഹിക്കുന്നത് ആ സ്ഥലത്തേക്ക് തന്നെ മഹർഷിമാർ നിന്നെ മന്ത്രങ്ങളിലൂടെ കൂട്ടിയിരുത്തും. അപ്പോൾ ഏത് സ്ഥലത്തേക്കാണോ ആഗ്രഹിക്കുന്നത്, സൂര്യൻ ഓരോ സ്ഥലത്ത് വന്നിട്ടാണ് കർമ്മങ്ങളെ നമ്മൾ പ്രേരിപ്പിക്കുന്നത്. രാവിലെ സൂര്യൻ പ്രേരിപ്പിക്കുന്ന പോലെയല്ല ഉച്ചക്ക്. കാരണം നമ്മളെ മാനസിക ഘടനയിൽ മാറ്റമുണ്ട്. രാവിലെ നമുക്ക് ഉദിക്കുമ്പോൾ ഒരു മാനസികാവസ്ഥയാണ്, ഉച്ചക്ക് വേറൊരു മൂടാണ്, വൈകുന്നേരം വേറൊരു മൂടാണ്, രാത്രി വേറൊരു. അപ്പൊ അത് ഏത് സ്ഥാനമാണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് ഋഷിമാർ മന്ത്രങ്ങളാൽ അതിനെ ആവാഹിച്ചെടുക്കുന്നു. അപ്പോൾ ഓരോ സമയത്തിനനുസരിച്ച് സൂര്യന്റെ സ്ഥാനം അനുസരിച്ച് ഋഷികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ സമയത്ത് ചെയ്യേണ്ട കർമ്മങ്ങളെ, മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ ചെയ്യും. നമ്മൾ ചെടിയെല്ലാം നടന്നപ്പോഴാണ് രാവിലെ നടാൻ പറ്റിയ സമയം. അപ്പൊ ഓരോ കർമ്മം ചെയ്യുന്നതിനും ഓരോ സമയമുണ്ട്. അത് മനസ്സിലാക്കി ഋഷികൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. അതിനെ അഗ്നിയെ, സൂര്യനെ ഉപയോഗിച്ചുകൊണ്ട്. അങ്ങനെ എനിക്ക് ദീർഘനാൾ ജീവിക്കാൻ കഴിയട്ടെ, എന്നിലുള്ള തേജസ്സും പ്രഭുത്വം എല്ലാം ഉണ്ടാകട്ടെ. ഈ സൂര്യൻ തന്നെയാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. സൂര്യനിൽ നിന്നുള്ള ഊർജം തന്നെയാണ് ലോകത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട ഊർജത്തിന്റെ സ്രോതസ്. അതിലൂടെ തന്നെയാണ് നമ്മൾ സൗഭാഗ്യം നേടുന്നതും ലോകം പുരോഗമിക്കുന്നതും നമ്മൾ തേജസ് നേടുന്നതും എല്ലാം. പ്രജകൾ ഉണ്ടാകുന്നത്, പുതിയ പ്രജകളെ തലമുറകൾ ഉണ്ടാകുന്നതെല്ലാം സൂര്യന്റെ സ്വാധീനം കൊണ്ട് തന്നെയാണ്. എന്നാൽ ധനവും ഉണ്ടാകട്ടെ, ഇഷ്ടംമാര് നമുക്ക് ധനങ്ങളെല്ലാം അഗ്നിയുടെ സഹായത്താൽ സ്ഥാപിക്കട്ടെ. ഇനി 20ാമത്തെ മന്ത്രത്തില് ജലമാകുന്നു ദേവത. ഇവിടെ ജലമായിട്ട് ആപ്പ എന്നതിനെ ജലമായിട്ട് എടുക്കാം. ജലം മാത്രമല്ല പല മീനിങ്ങുകളും അതിൽ വരുന്നുണ്ട്. ഇപ്പോൾ അഷ്ടവസ്തുക്കളിലൊന്നാണ്, നമ്മുടെ ശരീരത്തിൽ തന്നെ പഞ്ചഭൂതങ്ങളിലൊന്നാണ്. ആ തരത്തിലെല്ലാം വരുമ്പോൾ ജലം എന്ന് പറയുമ്പോൾ വെള്ളം എന്ന അർത്ഥത്തിൽ മാത്രമല്ല ദ്രവരൂപത്തിലുള്ള വസ്തുക്കളായിട്ട് വരും. അതേസമയം ഭൂമിയിൽ നിന്ന് അഗ്നിയെ എടുത്തു കഴിഞ്ഞാൽ ശേഷിക്കുന്നത് എന്ന അർത്ഥമെല്ലാം ഇത് വരുന്നുണ്ട്. നമുക്കിപ്പോൾ തൽക്കാലം ഈ തരത്തിൽ തന്നെ എടുക്കാം, ജലമായിട്ട് എടുക്കാം. അപ്പൊ അവിടുന്ന് അന്നമാകുന്നു. ഏത് അന്നത്തിന്റെ അടിസ്ഥാന ഘടകം ജലം തന്നെയാണ്. പിന്നെയോ നമ്മുടെ ശരീരത്തിന് നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമുള്ളത് ജലം തന്നെയാണ്. ആപ്പ. പിന്നെയോ നിന്റെ അന്നത്തെ ഞാൻ ഭക്ഷിക്കട്ടെ. അപ്പോ അതിന്റെ അന്നത്തെ, ആപ്പ എന്നതിന്റെ അന്യത്തെ ഞാൻ ഭക്ഷിക്കട്ടെ. മഹത്വമുള്ളതിന്റെ മഹനീയതയെ ഞാൻ മനസ്സിലാക്കട്ടെ. ആ ജലത്തിന്റെ മഹനീയത, ആ ദ്രവരൂപത്തിലുള്ള പഞ്ചഭൂതങ്ങളിൽ ഒന്നായ ആ ജലം എന്നത് പഞ്ചഭൂതങ്ങളിൽ ഒന്നായിട്ട് എന്താണോ ചിന്തിക്കുന്നത്, ആ ജലത്തിന്റെ മഹത്വത്തെ ഞാൻ മനസ്സിലാക്കട്ടെ. അപ്പം നമ്മുടെ ശരീരത്തില് ജലം എന്ന് പറയുന്നത് വേർപ്പ് ജലമാണ്, കണ്ണുനീര് ജലമാണ്, കഫം ജലമാണ്, രക്തം ജലമാണ്, രക്തവും ജലവുമാണ്. അപ്പൊ ഒരു മഹനീയ, അപ്പൊ ഭക്ഷണത്തിലെ നീര് എന്നത് ജലമാണ്. ഭക്ഷണം ചവച്ചരച്ചാല് അതിൽ നിന്ന് പിണ്ടിയെല്ലാം പോയി കഴിഞ്ഞാല് പിന്നെ കിട്ടുന്ന ആ ജ്യൂസ് എന്നത് ജലമാണ്. അപ്പം അന്നം എന്ന രൂപത്തിൽ പറയുമ്പോൾ വെള്ളം എന്ന രൂപത്തിൽ മാത്രം നമ്മൾ ചിന്തിക്കുന്നത്, വെള്ളവും എല്ലാത്തിൻ്റെ അടിസ്ഥാന ഘടകം തന്നെ, പക്ഷേ വെള്ള രൂപത്തിലുള്ള. അപ്പം ഭക്ഷണം നമ്മൾ ഉള്ളിലേക്ക് കഴിച്ചു വിടുന്ന എങ്ങനെയാണ്, നല്ലോണം ചവച്ചരച്ചിട്ട് കഴിക്കണം എന്ന് പറയുമ്പോൾ അതിനൊരു ദ്രവരൂപത്തിലാക്കിയിട്ടാണ് ഉള്ളിലേക്ക് വിടേണ്ടത്. നമ്മളങ്ങനെയെല്ലാം വിഴുകി ചെയ്യും. പക്ഷെ ശരീരത്തിൽ ചെല്ലുമ്പോൾ അത് ചില ആസിഡുകളെല്ലാം ഉപയോഗിച്ചിട്ട് അതിനെ അവസാനം എന്തായിട്ടാണ് മാറ്റുന്നത്, രക്തവും മൂത്രവും എല്ലായിട്ടാണ് മാറ്റുന്നത്.
അതിനപ്പോൾ ശരീരം സ്വീകരിക്കുന്ന ഏത് രൂപത്തിലാണ്? ദ്രവരൂപത്തിലാണ്. അപ്പൊ ദ്രവരൂപം എന്ന അർത്ഥത്തിലാണ് പഞ്ചഭൂതങ്ങളില് ജലം വരുന്നത്. അപ്പം നിന്റെ മഹനീയതയെ ഞാൻ മനസ്സിലാക്കട്ടെ എന്ന് പറയുമ്പോൾ ആ ദ്രവരൂപത്തിലുള്ള ആ വസ്തു പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് നമ്മൾ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ദ്രവരൂപം കല, ദ്രവ, വാതക, ഊർജമാണ് അഗ്നി. പിന്നെയുള്ളത് ആകാശം. അപ്പൊ അതില് അഗ്നി കഴിച്ചാൽ പിന്നെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ദ്രവരൂപമാണ്. ഒരു ജലം എന്ന് വേണമെങ്കിൽ ലളിതമായിട്ട് സാധാരണക്കാരൻ്റെ എടുക്കാം. അതിന്റെ ശക്തി ഞാൻ ഉൾക്കൊള്ളട്ടെ. അപ്പൊ ജലത്തിന് ശക്തിയുണ്ട്. ദ്രവരൂപത്തിലുള്ള ഭക്ഷണങ്ങൾ തന്നെയാണ്, രക്തം തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ശരീരത്തിന്റെ ശക്തി. അവസാനമല്ലാതെ ധനത്തിന്റെ ഞാൻ അറിയട്ടെ. അവസാനമില്ലാത്ത ധനം. നമ്മൾ സാധാരണ രാസപ്രവർത്തനങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഒരു ഭൂമിയിൽ നിന്ന് പൊഴിച്ചെടുക്കുന്ന വസ്തുക്കളാണെങ്കിലും അതിനെ പൊടിച്ചിട്ട് പിന്നെ ജലവുമായിട്ടെല്ലാം ചേർത്തിട്ട് ദ്രവരൂപത്തിലെല്ലാം ആക്കിയിട്ടാണ് ഇതിനെ സംസ്കരിച്ചെടുക്കുന്നത്. നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോഴും വെള്ളം ഉപയോഗിച്ചിട്ട് വസ്തുക്കളെ ഇതിനകത്ത് ഇട്ടിട്ടാണ് പിന്നെ ഒരു വെള്ളരൂപത്തിലാണ് അതിനെ മാറ്റിയെടുക്കുന്നത്, സത്വരൂപത്തിൽ. അപ്പൊ അതിന്റെ മഹത്വം ധനരൂപത്തിൽ. ധനം എന്ന് പറഞ്ഞാൽ അവസാന പ്രൊഡക്റ്റിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ദ്രവരൂപത്തിലാക്കിയിട്ട് പിന്നെ ഒരിക്കൽ അതിന്റെ വെള്ളമെല്ലാം പറ്റിച്ചിട്ട് പൊടിയാക്കി വെക്കും. അതായത് നമ്മുടെ ലോകത്തിലുള്ള വസ്തുക്കളെ പ്രപഞ്ചം നിർമ്മിച്ചതിനുള്ള പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്. അതിൽ ഒന്ന് ദ്രവമാണ്. ആ ദ്രവരൂപത്തിലുള്ള വസ്തുക്കളുടെ മഹത്വം ഞാൻ മനസ്സിലാക്കട്ടെ. അത് ധനസമ്പാദനത്തിന് വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ ഏതൊരു എന്ത് ലോഹങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ, ലോഹക്കാരമാണല്ലോ, ഉണ്ടാക്കിയെടുക്കുമ്പോഴും അതിനെ ആദ്യം പൊടിക്കും, ഇതിന്റെ വെള്ളത്തിലിട്ട് ക്ലീനാക്കി മറ്റെല്ലാം വെള്ളത്തിന്റെ സഹായത്താൽ തന്നെയാണ്. പിന്നെ ചിലപ്പോൾ അതിനെല്ലാം ഉരുക്കാൻ പറ്റും, ഉരുക്കിയെന്ന് വരും. വേറെ വല്ല ലിക്വിഡുമായിട്ട് രാസവസ്തുക്കളായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെന്ന് വരും. അപ്പൊ ആ ദ്രവരൂപത്തിലേക്കുള്ള ഒരു കൺവേർഷൻ പല കർമ്മങ്ങളിലും വളരെ പ്രധാനമാണ്. അവിടെയെല്ലാം ഈ ദ്രവരൂപത്തിലുള്ള അതിനാണ് ആപ്പ എന്ന് പറയുന്നത്. അപ്പം വെറും ജലമായിട്ട് എടുക്കരുത്, ജലമായിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പൊ അതിന്റെ മഹത്വത്തെയാണ് ഇവിടെ ഈ സൂക്തത്തിൽ വിവരിക്കുന്നത്.